നെക്സ്റ്റ് നമ്മൾ 6th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതിനകത്ത് മെയിനായിട്ട് കവർ ചെയ്യുന്നത് കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷനും വേണ്ടിയിട്ടുള്ള ടെക്നിക്സിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് കോഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ കമ്പൈലറിൽ പല ടൈപ്പ് ഓഫ് കമ്പൈലേഴ്സും പാഴ്സിംഗ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ വരെ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമ്മുടെ ഒറിജിനൽ ടാർഗറ്റ് കോഡ് ജനറേഷൻ വരുന്ന സമയത്ത് അത് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് രീതിയിലായിരിക്കണം. അതായത് വി ഹാവ് ടു മേക്ക് ഫാസ്റ്റർ കോഡ്സ്. ഓക്കെ, ഒന്നുകിൽ അത് ഫാസ്റ്റർ കോഡ്സ് ആയിരിക്കണം, അതല്ലെങ്കിൽ ടേക്ക് ലെസ് സ്പേസ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ കോഡിൽ ചെയ്യണം. എപ്പോഴും നമ്മൾ ജനറേറ്റ് ആവുന്ന കോഡ് എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് റൺ ആവുന്ന കോഡായിരിക്കണം. അതുപോലെ തന്നെ ലെസ് സ്പേസ് മാത്രം കൺസ്യൂം ചെയ്യുന്ന കോഡായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിനകത്ത് ചില ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യും. ഓക്കെ, സം ട്രാൻസ്ഫോർമേഷൻസ് to make the code run faster or take less space. So these transformations are called as code optimization. ഇതിനെയാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ കോഡ് ഇംപ്രൂവിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ആ കോഡ് ഇംപ്രൂവിങ് മെത്തേഡ്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് കമ്പൈലർ കോഡ് ഒപ്റ്റിമൈസേഷൻസ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ കോഡ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുന്ന കമ്പൈലേഴ്സിനെ നമ്മൾ ഒപ്റ്റിമൈസിങ് കമ്പൈലേഴ്സ് എന്നാണ് പറയുന്നത്. എല്ലാ കമ്പൈലേഴ്സിലും ഈ കോഡ് ഒപ്റ്റിമൈസേഷൻ ഉണ്ടാവണമെന്നില്ല. എനിവേ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലേഴ്സിൽ ഒപ്റ്റിമൈസേഷൻ പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ ദാറ്റ് കമ്പൈലർ വിൽ ബി നോൺ ആസ് ഒപ്റ്റിമൈസിങ് കമ്പൈലേഴ്സ്. ഓക്കെ, ഇനി ഈ ഒപ്റ്റിമൈസേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്യാം. അതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻസ് ആണ് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻ. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ അപ്പം മെഷീൻ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ടാർഗറ്റ് മെഷീൻ്റെ പ്രോപ്പർട്ടീസ് കൺസിഡർ കൺസിഡർ ചെയ്യാതെ, ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ കൺസിഡർ ചെയ്യാതെ ഉള്ള ഒപ്റ്റിമൈസേഷൻസിനെയാണ് നമ്മൾ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ഒപ്റ്റിമൈസേഷൻസ് എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് കൺസിഡറിങ് പ്രോപ്പർട്ടീസ് ഓഫ് ടാർഗറ്റ് മെഷീൻ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷൻ മെത്തേഡ്സിനെയാണ് നമ്മൾ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻസ് എന്ന് പറയുന്നത്. ദെൻ മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ടാർഗറ്റ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റർ അലോക്കേഷൻസ്, ദെൻ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സീക്വൻസസ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസിനെയാണ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് ഒപ്റ്റിമൈസേഷനിലുള്ളത്, മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻസ്. നെക്സ്റ്റ് നമ്മൾ കോഡ് ഇംപ്രൂവ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി സം ക്രൈറ്റീരിയ. ചില ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് it should yield most benefit for the least effort. ഓക്കെ, അതായത് ലെസ് ആയിട്ടുള്ള എഫേർട്ട് ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയാൽ നമുക്ക് മോസ്റ്റ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കോഡായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ പറയുന്നത്. ദെൻ രണ്ടാമത്തെ ക്രൈറ്റീരിയയിൽ പറയുന്നത് ദ ട്രാൻസ്ഫോർമേഷൻ മസ്റ്റ് പ്രിസർവ് the meaning of the program.
നമ്മൾ എന്ത് തന്നെ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്താലും ആ പ്രോഗ്രാമിൻ്റെ മീനിങ് മാറാൻ പാടില്ല. ദാറ്റ് മീൻസ് ആ പ്രോഗ്രാമിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടണം. അതല്ല എങ്കിൽ അതിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് എറേഴ്സ് പുതിയതായിട്ട് വരാൻ പാടില്ല. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ഡിവിഷൻ ബൈ 0 എററൊക്കെ ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതാണ് ഈ സെക്കൻഡ് ക്രൈറ്റീരിയ. മസ്റ്റ് പ്രിസർവ് ദി മീനിങ് ഓഫ് ദ പ്രോഗ്രാം. ദെൻ മൂന്നാമത്തെ ക്രൈറ്റീരിയയിൽ പറയുന്നതാണ് എ ട്രാൻസ്ഫോർമേഷൻ മസ്റ്റ് സ്പീഡ് അപ്പ് പ്രോഗ്രാംസ് ബൈ എ മെഷറബിൾ എമൗണ്ട്. സോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മെഷറബിൾ എമൗണ്ടിൽ ആ ഒരു പ്രോഗ്രാംസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ട്രാൻസ്ഫോർമേഷൻസ് കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മെഷറബിൾ എമൗണ്ട് ഓഫ് സ്പീഡ് ആ പ്രോഗ്രാമിന് കിട്ടിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ചില കേസസിലാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് അല്ല എങ്കിൽ ആ പ്രോഗ്രാമിനെ തന്നെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കേസസ് വരാൻ പാടില്ല. അപ്പം മാക്സിമം അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. അതിപ്പം സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിലാവാം, അതല്ല എങ്കിൽ കറക്റ്റായിട്ട് കൂടുതൽ ഫാസ്റ്റായിട്ടുള്ള എക്സിക്യൂഷൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഇതാവാം നമുക്ക് വരേണ്ടത്. അപ്പോൾ അതെങ്ങനെ തന്നെ ആകണേലും ആവാം. എനി ട്രാൻസ്ഫോർമേഷൻസ് മസ്റ്റ് സ്പീഡ് അപ്പ് പ്രോഗ്രാംസ് ബൈ എ മെഷറബിൾ എമൗണ്ട്. ഓക്കെ, ദെൻ നാലാമത് പറയുന്നതാണ് ദ ട്രാൻസ്ഫോർമേഷൻസ് മസ്റ്റ് ബി വർത്ത് ദ എഫേർട്ട്. നമ്മളൊരു എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഈ ട്രാൻസ്ഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ എഫേർട്ടിന് വർത്തായിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് സ്പീഡപ്പ് അല്ലെങ്കിൽ ആ ഒരു കോഡ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിരിക്കണം. ഈ 4 ക്രൈറ്റീരിയാസ് ഉറപ്പായിട്ടും കോഡ് ഇമ്പ്രൂവ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻസ് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ ദ ക്രൈറ്റീരിയാസ് ഫോർ കോഡ് ഇമ്പ്രൂവ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ. സോ ഇനി ഈ കോഡ് ഇമ്പ്രൂവ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ഈ കോഡ് ഒപ്റ്റിമൈസർ ഏത് പോർഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? കമ്പൈലറിന് നമുക്കറിയാം ഫ്രണ്ട് എൻഡ് ഉണ്ടെന്ന് അറിയാം. സോ ഫ്രണ്ട് എൻഡിൽ നമ്മൾ അതായത് പാഴ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷനും എത്തി വരുന്നതാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഫ്രണ്ട് എൻഡിൽ ജനറേറ്റ് ചെയ്യുന്ന ആ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസറിലേക്ക് കൊടുക്കുന്നത്. സോ ആ കോഡ് ഒപ്റ്റിമൈസറിൻ്റെ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒറിജിനൽ ടാർഗറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. സോ കോഡ് ജനറേറ്ററിലേക്കായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത്. സോ ഇങ്ങനെയാണ് ആ ഒരു ഫ്ലോ വരുന്നത്. ഓക്കെ, ഇനി ഈ കോഡ് ഒപ്റ്റിമൈസറിൽ തന്നെ വീണ്ടും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കൺട്രോൾ ഫ്ലോ അനാലിസിസ്. ദെൻ അത് കഴിയുമ്പോഴത്തേനും ഡേറ്റ ഫ്ലോ അനാലിസിസ്. ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും വി ആർ അപ്ലൈയിങ് ദ ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, സോ അപ്പം കോഡ് ഒപ്റ്റിമൈസറിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കോഡ് ഒപ്റ്റിമൈസറിൽ കൺട്രോൾ ഫ്ലോ അനാലിസിസ് ആദ്യം ചെയ്യണം. അത് ഡേറ്റ ഫ്ലോ അനാലിസിസിന് മുമ്പായിട്ട് കൺട്രോൾ ഫ്ലോ അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോ ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കോഡ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഫ്ലോ അനാലിസിസിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട ഒരു ഫണ്ടമെൻ്റൽ പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോ അനാലിസിസ് ഈസ് ദ fundamental prerequisite for many important types of code improvement. പല ടൈപ്പ് ഓഫ് കോഡ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഒരു പ്രീറിക്വസിറ്റ് ആണ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഫ്ലോ അനാലിസിസ് ആക്ച്വലി 2 എണ്ണമാണ് വരുന്നത്. കൺട്രോൾ ഫ്ലോ അനാലിസിസും ഉണ്ട്, ഡേറ്റ ഫ്ലോ അനാലിസിസും ഉണ്ട്. ഇതിൽ കൺട്രോൾ ഫ്ലോ അനാലിസിസ് എപ്പോഴും പ്രിസീഡ്സ് ഡേറ്റ ഫ്ലോ അനാലിസിസ്. ഡേറ്റ ഫ്ലോ അനാലിസിസിന് മുമ്പായിട്ട് നമ്മൾ കൺട്രോൾ ഫ്ലോ അനാലിസിസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഈ കൺട്രോൾ ഫ്ലോ അനാലിസിസിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് നമ്മുടെ കൺട്രോൾ, നമ്മുടെ ആ ഒരു എക്സിക്യൂഷൻ കൺട്രോൾ ഏതൊക്കെ രീതിയിൽ എങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഒരു അനാലിസിസ് ആണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. ഇറ്റ് വിൽ ബി ജനറേറ്റഡ് ഇൻ ദ ഫോം ഓഫ്
ഗ്രാഫ്സ് ആൻഡ് സം കൺസ്ട്രക്ട്സ്. സോ അതിനുവേണ്ടി നമ്മൾ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ട്സ് ആണ് കൺട്രോൾ ഫ്ലോ ഗ്രാഫ്, പിന്നെ കോൾ ഗ്രാഫ്. ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോൾ ഫ്ലോ അനാലിസിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡേറ്റ ഫ്ലോ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓരോ ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനും നടക്കുമ്പോഴത്തേനും അവിടെ നടക്കാനുള്ള പോസിബിൾ മോഡിഫിക്കേഷൻസ് ഓഫ് ഡേറ്റ, ആ ഡേറ്റ എവിടെയെങ്കിലുമൊക്കെ പ്രിസർവ് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും സർട്ടൻ എൻറ്റിറ്റീസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അനാലിസിസ് ഒക്കെയാണ് ഈ ഡേറ്റ ഫ്ലോ അനാലിസിസിൽ വരുന്നത്. ഓക്കെ, സോ കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റ. അതാണ് ഡേറ്റ ഫ്ലോ അനാലിസിസിൽ വരുന്നത്. അപ്പോൾ ഈ ഡേറ്റ ഫ്ലോയും കൺട്രോൾ ഫ്ലോയും ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് റിക്വയർഡ് ഔട്ട്പുട്ട് ആയിരിക്കണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തതായിട്ട് പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ആ സോഴ്സസിനെ ബേസ് ചെയ്ത് 2 ടൈപ്പ് ഓഫ് സോഴ്സസ് ആണ് വരുന്നത് നമുക്ക്, ലോക്കൽ സോഴ്സസും ഗ്ലോബൽ സോഴ്സസും. ലോക്കൽ സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ട് എവർ ട്രാൻസ്ഫോർമേഷൻസ് വി വിൽ ബി അപ്ലൈയിങ് ഇറ്റ് വിൽ ബി based on or only looking up at the statements in the basic block. നമുക്ക് എവിടെയാണോ നമുക്ക് ഒപ്റ്റിമൈസേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക് ബ്ലോക്കിൽ മാത്രം നോക്കിക്കൊണ്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷനെയാണ് നമ്മൾ ലോക്കൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ് പ്രോഗ്രാമിനെയോ അല്ലെങ്കിൽ അതിനകത്തുള്ള എല്ലാ ഫങ്ഷൻസിനെയോ നോക്കി അതിനനുസരിച്ചുള്ള ഒപ്റ്റിമൈസേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതാണ് ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ചില കേസസിലാണെങ്കിൽ വി ഹാവ് ടു പെർഫോം ബോത്ത് ദ ലോക്കൽ ആൻഡ് ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻസ്. അങ്ങനെയുള്ള കേസസിൽ ദ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ വിൽ ബി ലോക്കൽ ട്രാൻസ്ഫോർമേഷൻ. ലോക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തതിന് ശേഷമായിരിക്കും പിന്നീടാണ് ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ലോക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണോ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക് ബ്ലോക്കിനകത്ത് മാത്രം നോക്കി ആവശ്യമുള്ള ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നു. ഗ്ലോബൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസോ അല്ലെങ്കിൽ ലൂപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് വരുന്നതാണ് ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ വരുന്നത് ലൂപ്പ് ഒപ്റ്റിമൈസേഷനാണ്. ഓക്കെ, സോ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇനി നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇനി ഡീറ്റെയിൽ ആയിട്ട് ലോക്കൽ ഒപ്റ്റിമൈസേഷനും ഗ്ലോബൽ ഒപ്റ്റിമൈസേഷനും പഠിക്കുന്നുണ്ട്. നമ്മുടെ ലോക്കൽ ലെവൽ ട്രാൻസ്ഫോർമേഷൻസ് തന്നെയാണ് ഫങ്ഷൻ പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷൻസ് എന്നും കൂടി അറിയപ്പെടുന്നത്. സോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻസിൽ പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ ആണ്. കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്. സെക്കൻഡ് വൺ ഈസ് കോപ്പി പ്രൊപ്പഗേഷൻ, then dead code elimination, constant folding. These are the 4 different methods we are using for function preserving transformations or local level transformation. Okay, ഇത് ഓരോ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇപ്പോൾ കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ എന്ന് പറയുമ്പോൾ ഇവാലുവേഷൻ അല്ല, എലിമിനേഷനാണ്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും കോമൺ ആയിട്ടുള്ള സബ് എക്സ്പ്രഷൻസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ കോമൺ സബ് എക്സ്പ്രഷൻ നമ്മൾ എവിടെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് വച്ചേക്കുന്നത് ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഓക്കെ, ഇവിടുത്തെ കേസിലാണെങ്കിൽ നമ്മൾ T1 എന്ന് പറയുന്ന ടെമ്പററി വേരിയബിൾ 4 നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇവിടെ 4 കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എഗെയിൻ 4 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് T4ലേക്ക്. സോ ഹിയർ 4 ദീസ് 2 എക്സ്പ്രഷൻസ് ആർ കോമൺ എക്സ്പ്രഷൻസ് അല്ലേ. സോ അപ്പം ഓൾറെഡി നമ്മൾ 4 കാൽക്കുലേറ്റ് ചെയ്ത് T1 വെച്ചിട്ടുണ്ട്. ആ T1 ഇവിടെ എങ്ങും തന്നെ മോഡിഫൈ ചെയ്തിട്ടുമില്ല. ഓക്കെ, ഈ T4 എത്തുന്നതിന് മുമ്പായിട്ട് അതിന് മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തിയിട്ടുമില്ല. ദാറ്റ് മീൻസ് വി ക്യാൻ യൂസ് ദിസ് T1 ഇൻസ്റ്റെഡ് ഓഫ് ദിസ്
T4, right? So that type of expression evaluation is known as common subexpression elimination. Okay, so here we can eliminate this particular statement and instead of T4 we can use T1. Okay, so അപ്പം നമ്മൾ ഇതിൻ്റെ എലിമിനേഷൻ കഴിയുമ്പോഴത്തേനും ഉള്ള കോഡ് എങ്ങനെയിരിക്കും? T1 equal to 4 into I, T2 equal to A of T1. Here we are using T1. Just we are using only, it's not modified, right? So T3 equal to 4 into J, and we are eliminating this expression. Then again T5 equal to N, T6 equal to B of, instead of T4 we will be using T1 plus T5. Okay, so we can eliminate this expression. ഈ എലിമിനേഷൻ നടത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ മുതൽ യൂസിനിടയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട ആ വാല്യൂ ചേഞ്ച് ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യം മാത്രം നമ്മൾ എൻഷുർ ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു മെത്തേഡിനെയാണ് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. സോ അടുത്ത മെത്തേഡാണ് കോപ്പി പ്രൊപ്പഗേഷൻ മെത്തേഡ്. കോപ്പി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോപ്പീസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരു വേരിയബിളിലുള്ള വാല്യൂവിനെ വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു, എന്നിട്ട് ആ വേരിയബിളിനെ ഇൻസ്റ്റെഡ് ഓഫ് ജി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എഫിനകത്തോട്ട് ജിയുടെ വാല്യൂ എടുത്തിട്ട് ജി വരുന്ന പ്ലേസിൽ ജിയുടെ പ്ലേസിൽ എഫ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കോപ്പി സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കോഡ് ഫ്രാഗ്മെൻറ്റിനകത്ത് എക്സ് ഈക്വൽ ടു പി ഐ എന്ന് പറഞ്ഞിട്ട് പി ഐക്കുള്ള ഒരു വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഏരിയ കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിനിടയിലൊന്നും തന്നെ പൈയുടെ വാല്യൂ വ്യത്യാസവും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പുതിയ എക്സ് എന്നുള്ള ഈ ഒരു പ്രൊപ്പഗേറ്റഡ് വേരിയബിളിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എക്സിൻ്റെ ആവശ്യം നമുക്കില്ല. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എക്സ് വി ക്യാൻ ഡയറക്ട്ലി യൂസ് പി ഐ. ഓക്കെ, ദ വേരിയബിൾ പി ഐ ക്യാൻ ബി യൂസ്ഡ് instead of x, so that we can eliminate the use of x. ഇതിനെയാണ് നമ്മൾ കോപ്പി പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുന്ന ആ പ്രൊപ്പഗേറ്റഡ് വേരിയബിൾസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റോറേജ് കുറയ്ക്കാൻ പറ്റും. അതുമാത്രമല്ല ഈ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ വെറുതെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ടൈമും നമുക്ക് ലാഭിക്കാൻ പറ്റും. സോ ഈ ഒരു മെത്തേഡാണ് കോപ്പി പ്രൊപ്പഗേഷൻ മെത്തേഡ്. സോ തേർഡ് മെത്തേഡാണ് ഡെഡ് കോഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ലൈവ് ആണെന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ആ വേരിയബിൾ നമ്മൾ സബ്സിക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ആ വേരിയബിൾ ലൈവ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു ഡെഡ് വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കേസിൽ കോഡ് എഴുതുന്ന സമയത്തും ചില കേസസിൽ നമ്മൾ ചില കോഡ് ചില ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാമർ എഴുതുന്നുണ്ടെങ്കിലും അത് ഇൻറ്റൻഷനലി ആവാം, അല്ലെങ്കിൽ അറിയാതെ ആവാം. ചിലപ്പോൾ ആ കോഡ് ഒരിക്കലും നമ്മുടെ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കോഡ്സിനെയാണ് നമ്മൾ ഡെഡ് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡെഡ് കോഡ്സിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഐയുടെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ എയുടെ കൂടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് B+5 ആക്കി മാറ്റാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം ഐയുടെ വാല്യൂ 0 ആയി മാറ്റുന്നുണ്ട്. ഇനിഷ്യലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഐ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഇഫ് കൺസ്ട്രക്റ്റ് വർക്ക് ചെയ്യില്ല, അല്ലേ? കാരണം എപ്പോഴും ഈ condition false തന്നെയായിരിക്കും. So here we can say that this if code is a dead code because this code will not be never get executed. Okay, so we can say that this particular code is a dead code. We can eliminate this code from our target code. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ എലിമിനേഷൻസിനെയാണ് നമ്മൾ ഡെഡ് കോഡ് എലിമിനേഷൻസ് എന്ന് പറയുന്നത്. സോ ഇത് ഈ ഒരു കൺസെപ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ ലൈവ് വേരിയബിൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ദ വേരിയബിളിനകത്ത് നിന്നാണ്. ഒരു വേരിയബിൾ ലൈവ് ആണെന്ന് പറയണമെങ്കിൽ അത് സബ്സിക്വൻ്റ്ലി യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈവ് ആവണമെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു തവണ പോലും എക്സിക്യൂട്ട് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഉറപ്പായിട്ടും ഡെഡ് കോഡ്സ് ആണ്. ആ ഡെഡ് കോഡ്സ് നമുക്കൊരു കാരണവശാലും നമുക്ക് ടാർഗറ്റ് കോഡിൽ ആവശ്യം വരില്ല. സോ വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ് type of codes. Okay, that method is known as dead code eliminations. ഇനി നാലാമത്തെ മെത്തേഡാണ് കോൺസ്റ്റന്റ് ഫോൾഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇതുപോലെ കോൺസ്റ്റന്റ് വാല്യൂസിനെ തമ്മിലുള്ള
എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂസ് തമ്മിലുള്ള കാൽക്കുലേഷൻസ് ആയിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14157 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഓരോ തവണയും നമ്മൾ എ യൂസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു പെർഫോം ദിസ് കാൽക്കുലേഷൻ. ആക്ച്വലി ബോത്ത് ആർ കോൺസ്റ്റൻറ്റ് വാല്യൂസ് അല്ലേ. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു കാരണവശാലും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ എത്ര തവണ തന്നെ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താലും എവിടെയൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്താലും ഈ വാല്യൂവിന് ഒരു കാരണവശാലും ചേഞ്ച് ഉണ്ടാവത്തില്ല. സോ നമ്മളപ്പം കമ്പൈൽ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ടുള്ള അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഫോൾഡിങ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഓരോ തവണയും നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഈ ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദീസ് 4 മെത്തേഡ്സ് ആർ ദി ലോക്കൽ ലെവൽ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലോബൽ ലെവൽ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് ആണ്. അതിനകത്ത് ലൂപ്പ് ഓപ്റ്റിമൈസേഷൻ ആണ് മെയിനായിട്ടും വരുന്നത്.